ഇന്ന് വസന്ത പഞ്ചമിയാണ് കേട്ടോ. അപ്പം നമ്മളിന്ന് ക്യാമ്പസിനകത്ത് പൂജയുണ്ട്, പൂജയ്ക്ക് പോവുകയാണ് കേട്ടോ. സരസ്വതി പൂജ ഇവിടെയൊക്കെ ഭയങ്കര പൂജയാണ്, എല്ലായിടത്തും ഉണ്ട്. സ്കൂളുകളിലൊക്കെ പൂജയുണ്ട്. കെ വി ആയതുകൊണ്ട് കെ വിയിൽ പൂജയില്ല. നമ്മൾ ഇങ്ങോട്ട് പോവുകയാണേ. അങ്ങനെ ഞങ്ങൾ ക്യാമ്പസിലെത്തി കേട്ടോ. ക്യാമ്പസിലെത്തിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ പൂജയെല്ലാം കഴിഞ്ഞായിരിക്കും, കാരണം 11 മണിക്കാണ് പൂജയെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ 12 മണിയായിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. പക്ഷേ അപ്പോഴേക്കും പൂജയൊന്നും ആയിട്ടില്ലായിരുന്നു. പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന ശേഷമാണ് പൂജയൊക്കെ ശുരുവായത്. സാധാരണ നമ്മളെ ക്യാമ്പസിലൊക്കെ വലിയ പൂജയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഞങ്ങൾ വെസ്റ്റ് ബംഗാളിലായിരുന്ന സമയത്ത് അവിടെ ലേഡീസൊക്കെ ഒരു സ്ഥലത്ത് ഇങ്ങനെ, വെസ്റ്റ് ബംഗാളിലൊക്കെ ഈ സരസ്വതി പൂജ ഭയങ്കര ഒരു പ്രാധാന്യമുള്ളതാണ് കേട്ടോ. അപ്പം ലേഡീസ് എല്ലാം കൂടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ സരസ്വതി ദേവിയുടെ ഒരു ബിംബമൊക്കെ വെച്ചിട്ട് അവിടെ വെച്ച് അവർ പൂജയൊക്കെ ചെയ്ത് അവിടെ തന്നെ ലേഡീസ് ഫുഡെല്ലാം ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ ക്യാമ്പസേ ഉള്ളൂ. അത് പോലീസിൻ്റെ ക്യാമ്പാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസൊക്കെ ഉള്ളു. കുറച്ച് ഫാമിലി മെമ്പേഴ്സൊക്കെ വന്നോളായിരുന്നു, ബാക്കിയെല്ലാം ജെൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പൂജയൊക്കെ ചെയ്തു. അപ്പം എല്ലാവരും പൂജയെല്ലാം ചെയ്ത ശേഷം പിന്നെ അകത്ത് ആരതിക്കായിട്ട് എല്ലാവരും വിളിച്ചു. അപ്പം അവിടെ ആരതി കാണാനായിട്ട് അകത്ത് കയറി പോയി കേട്ടോ. ഓരോരുത്തരായിട്ട് ആരതി ഒഴിയാനായിട്ട് വിളിച്ചു. അങ്ങനെ എല്ലാവരും ലേഡീസൊക്കെ പോയി ആരതി എല്ലാം ഒഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കേട്ടോ. അപ്പം ഇവിടെ നമുക്ക് ഇതിനകത്ത് ചെറുതായിട്ടൊരു പ്രസാദം തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വെളിയിലിറങ്ങി നിന്നപ്പോഴത്തേക്ക് ബൂന്തിയും അതുപോലെ നമ്മളെ കോക്കനട്ടും പഴവും ആപ്പിളും ഒക്കെയാണ് പ്രസാദമായിട്ട് തന്നത് കേട്ടോ. അങ്ങനെ പിള്ളേരൊക്കെ വഴിക്കിരുന്ന് അവരൊക്കെ അത് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഇവിടുത്തെ പ്രസാദമൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇരുന്ന് പ്രസാദമൊക്കെ കഴിക്കാനായിട്ട് ഒരു ടെൻ്റ് ഉണ്ടാക്കി ഇട്ടേക്കുന്നതാണ്. അധികം ലേഡീസ് ഒന്നും വന്നില്ല, കുറച്ച് പേരൊക്കെ വന്നോളായിരുന്നേ. സ്കൂളുകളിലും ഇവിടെ സരസ്വതി പൂജ നടത്താറുണ്ട്, അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടൊക്കെ പോയിരുന്നു, അതുകൊണ്ട് വന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ അന്നദാനം ഉണ്ടായിരുന്നു. അന്നദാനത്തിന് പൂരി, ചോറ്, അതുപോലെ സലാഡ്, പനീർ കറി, പിന്നെ മിക്സഡ് സബ്ജി, അതായത് ദാല് എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ചോറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സലാഡും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.